പടം നല്ല പടം കേട്ടോ. നല്ലൊരു തിയേറ്റർ വാച്ച് പടമാണ്. പെർഫോമൻസും നല്ല കിടലിനായിട്ട് വർക്ക് ചെയ്തൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ലൈക്ക് അയാളുടെ ലാസ്റ്റ് പ്രീസ്റ്റ് പടത്തിനായിട്ടും കിടലിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല റൈറ്റിംഗ് ആണ്, നല്ലൊരു ഫീൽ ഉണ്ട് സിനിമ. എന്ന് വെച്ചാൽ ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണെങ്കിൽ നമുക്ക് ട്വിസ്റ്റുകൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ആരാ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ബട്ട് നല്ല രീതിയിൽ എടുത്ത് പെർഫോമൻസിലാണ് കളി. പിന്നെ നല്ല റൈറ്റിംഗ്, നല്ല അടിപൊളിയായിട്ട്. പെർഫോമൻസിലാണ് ആസിഫ് അലിയും അനശ്വരയൊക്കെ കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റൈറ്റിങ്ങിലാണ് കാര്യം. അടിപൊളി. മമ്മൂട്ടി അത് കണ്ടോ അത് മോശമല്ലേ? നമ്മൾ പറയണത് മോശമല്ലേ? അത് മമ്മൂട്ടി അതിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ലൈക്ക് ഒരു പ്രസൻസ് ഉണ്ട് എന്നല്ലേ പറയുന്നുള്ളൂ. അത് നിങ്ങൾ കണ്ടോക്കൂ. കാതോരം കണ്ടില്ലെങ്കിലും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അതിൻ്റെ കുറച്ചൊക്കെ മിക്കവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ പടം ഉണ്ടെന്നുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ. അപ്പോൾ അതുമായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ എങ്ങനെ അത് ബ്ലെൻഡ് ചെയ്തു, ആ മർഡർ ഹിസ്റ്ററി, ആ ലൊക്കേഷൻസ്, ഷൂട്ടിംഗ് ലൊക്കേഷൻ, ആ സമയത്ത് 1985 ആ കാലഘട്ടവും അതൊക്കെ എങ്ങനെ ഇതിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ ആസിഫ് അലി നന്നായിട്ടുണ്ട്, ഗംഭീരമാണ്. പോലീസ് സ്റ്റേഷൻ പുള്ളിക്ക് കൊടുത്ത പക്കയായിരിക്കും, യാതൊരു സംശയമില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി, ഗംഭീരമായിട്ട്. പഴയ ഒരു മൂവിയായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ പെർഫോമൻസ് ആസിഫ് അലിൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. റിയലായിട്ട് നടന്ന സംഭവമല്ല, പക്ഷേ പഴയ കാതോരം മൂവീൻ്റെ ചെറിയൊരു ഇതുണ്ട്. അനശ്വര്യ നല്ലതായിരുന്നു, ആസിഫ് അലി നല്ലതായിരുന്നു, നല്ല പെർഫോമൻസ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സസ്പെൻസ് ഇല്ല, കണ്ടോണ്ടിരിക്കാം. സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം, നല്ല പടം, കൊള്ളാം. ആസിഫ് അലി അടിപൊളിയായിരുന്നു. സാധാരണ ഒരു ഇത് തന്നെ, കൊള്ളാം. കുഴപ്പമില്ല, ഒരു എബോറിഷ്, നല്ല മേക്കിംഗ് ആയിരുന്നു, നല്ല പെർഫോമൻസസ് ഒക്കെ ആയിരുന്നു. പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. ആസിഫ് അലി അനശ്വരയൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ത്രില്ലർ എന്നൊരു ഡ്രാമയായിട്ടാണ് കുറച്ചുകൂടെ തോന്നിയത്. ഹൈ മൊമെന്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ്, പക്ഷെ എന്നാലും കൊള്ളാം. അനശ്വര അടിപൊളിയായിരുന്നു. ആസിഫ് അലിയും ലീഡ് ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളി ആക്ടിങ് ആണ്. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ട് നോക്ക്. സസ്പെൻസ് ത്രില്ലർ അല്ല, എന്നാലും ഒരു ഡ്രാമ ജോണറിലാണ് എനിക്ക് കൂടുതൽ തോന്നിയത്. ത്രില്ലിംഗ് ആയിട്ട് അത്ര തോന്നിയില്ല, ഹൈ മൊമെന്റ്സ് ഒക്കെ കുറവാണ്. പടം കുഴപ്പമില്ല, ഡീസൻ്റ് ആണ്. ആസിഫ് അലിയുടെ ആക്ടിങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു വട്ടം കണ്ടിട്ടിരിക്കാം. നല്ല പടം. അനശ്വര നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡീസന്റ് ത്രില്ലർ, ലൈക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ടൈപ്പ് അല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ജോഫിനെ കഴിഞ്ഞ പ്രീസ്റ്റിനെ കാണ്ടി ബെറ്റർ ആണ്. ആവറേജ് സസ്പെൻസ് ആയിട്ട് വലുതായിട്ടൊന്നുമില്ല, കൊള്ളാം. ഒരു വട്ടം കാണാം. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു പടമായിരുന്നു. എന്താ പറയുക, ജോഫിൻ ടി ചാക്കോ പ്രീസ്റ്റിന് ശേഷം ഡയറക്റ്റ് ചെയ്യുന്ന പടം. അവർ പറഞ്ഞതെല്ലാം ഇത് ഇൻട്രോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗസ്റ്റ് റോള് പ്രതീക്ഷിച്ച ആരും വരണ്ട, അങ്ങനെ വലുതായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു ക്രൈം, 1985 നടക്കുന്ന ഒരു ക്രൈമാണ് അത്. കുറെ കാലങ്ങൾക്ക് ശേഷം തെളിയുന്ന കേസാണ്, അതവർ കൊണ്ടുവരണേ. കൊള്ളാം. സസ്പെൻസ് ഒന്നും പറയാനായിട്ടില്ല, കുഴപ്പമില്ല, കൊള്ളാം. ഇൻവെസ്റ്റിഗേഷൻ ആണ്, ബട്ട് സ്റ്റോറി മോഡിലാണ് പോകുന്നത് പടം. കുഴപ്പമില്ല, കൊള്ളാം. പെർഫോമൻസ് ഓക്കെയാണ്, നല്ല പെർഫോമൻസ് ആണ്. പെർഫോമൻസിനായിട്ട് ആസിഫ് അലി പറയണ്ട, ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല പെർഫോം ചെയ്തിട്ടുണ്ട്. അനശ്വര ബാക്ക് ആൻഡ് സ്റ്റോറിയാണ് പുള്ളിയെ കാണിക്കുന്നത്. കുറച്ച് സമയത്തേ ഉള്ളൂ, പക്ഷെ ഉള്ള റോള് പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. തിരക്കാണ്, നല്ല തിരക്കാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. കാരണം പണ്ടത്തെ ഒരു ഈ ഹിസ്റ്ററി തിരഞ്ഞെടുത്ത് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളത് അത്ര നിസ്സാരമല്ല. പഴയ കണക്ക് തെളിവുകളൊന്നും വളരെ അത് തിരിച്ചെടുക്കുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ആസിഫ് അലി എന്നുള്ള ഓഫീസർ അതെങ്ങനെ സോൾവ് ചെയ്യുന്നു. പിന്നെ കാതോർ എന്നുള്ള സിനിമ ഈ സ്ക്രിപ്റ്റായിട്ട് എങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വന്നു എന്നുള്ളത്, ആ മേക്കിംഗ്, മൊത്തത്തിലുള്ള മേക്കിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ നല്ല ടെക്നിക്കലി പെർഫെക്റ്റ് ആണ്, പറയാതിരിക്കാൻ വയ്യ. ആസിഫ് അലി പോലീസ് ഓഫീസർ പുള്ളി പക്കായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നന്നായിട്ട് സസ്പെൻസ് ഏകദേശം ഒരു ഇന്റർവെല്ലിന് ശേഷം ആകുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് മനസ്സിലാവും. ലാഗും ഇല്ല, അവസാനം വരെ പിടിച്ചെടുത്തുകൊണ്ട് 2-3 ക്യാമിയോ റോൾസ് ഉണ്ട്. ഞാൻ പറയുന്നില്ല ആരൊക്കെയാണെന്നുള്ളത്, 2-3 പേരുണ്ട്. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതെങ്ങനെ ഇതിൽ ബ്ലെൻഡ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അനശ്വര നന്നായിട്ട് ചെയ്യുന്നു. അനശ്വരയ്ക്ക് പറ്റിയ റോളാണ്. വേറെ നടിമാർ വന്നാലും ഈ പക്ക ഒരു റോള് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 10-18 വയസ്സുള്ള പെൺകുട്ടി, അത് ആ കുട്ടിക്ക് ഈ ഒരു സ്ക്രിപ്റ്റുമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു, ആ ഒരു ക്യാരക്ടർ അത് ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പടം നന്നായിട്ടുണ്ട്. ഈ കൃഷ്ണൻ്റെ കാണുമ്പോൾ ഓരോ മിസ്റ്ററി ഫാക്ട് സെയിം സാധനമാണ്. മിസ്റ്ററി ഭയങ്കര മിസ്റ്ററി തോന്നുന്നു.
പക്ഷെ അവസാനം എല്ലാവരും ഇതാകുമെന്ന് അറിഞ്ഞൂടെ. എനിക്കൊരു ചോദ്യം ചിഹ്നം പോലെ നിൽക്കുക ആ ഒരു പേര്. ഒരു വാച്ചബിൾ ഫാക്ടർ അത്യാവശ്യമുണ്ട്. പടം കൊള്ളാം, പക്ഷേ കമ്പാരിസൺ നടന്ന പടം വൈസ് കൊള്ളാം രീതിയാണ്. ക്ലീശ കാര്യങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. എല്ലാവരും ചിലപ്പം പുള്ളിയുടെ ഈ രേഖചിത്രം കിഷൻ്റെ കാൻഡറെ കമ്പയർ ചെയ്യും. രണ്ട് ജനറാണ്, ആകോളം മിസ്റ്ററിയാണ്. കാണാൻ കൊള്ളാം, പടം കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് ആസിഫ് അലി സിനിമ ഫസ്റ്റ് ഷോ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് പുള്ളി ഇഷ്ടമാണെങ്കിലും ഫാൻസ് അങ്ങനെ ഫസ്റ്റ് ഷോ അങ്ങനെ വരാറില്ല. ഈ സിനിമ ഞാൻ അനൗൺസ് ചെയ്ത ടൈം തൊട്ടേ ആ ഫസ്റ്റ് പോസ്റ്റർ വന്നപ്പോൾ തൊട്ടേ പ്രതീക്ഷിക്കുന്ന സിനിമയാണ്. അതുകൊണ്ടാണ് വർക്കിൻ്റെ ഇടയിൽ ഇറക്കി വന്ന് കണ്ടതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നെഗറ്റീവ് വരാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത് എല്ലാവരുടെയും അഭിപ്രായം വെച്ചിട്ട് കോമൺ ആയിട്ട് പറയുന്നതല്ല. അതിനുള്ള അങ്ങനെ മോശമായിട്ടൊന്നും അതിൽ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BGM ഗംഭീരമായിട്ടുണ്ട്. മേക്കിംഗ് ആയാലും ഞാൻ പറഞ്ഞാൽ ഈ ഒരുപാട് ട്വിസ്റ്റൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കാതെ ഒരു നോർമലായിട്ട് ഭീകര ചെറിയ ട്വിസ്റ്റൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എടുത്ത കാര്യം നീറ്റായിട്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പല സിനിമകളും കണക്ട് ചെയ്ത രീതി, 80s 90s സിനിമകളെ കണക്ട് ചെയ്ത രീതി, അത് തരുന്ന ഇമ്പാക്റ്റ് നന്നായിരുന്നു. എന്തായാലും ആസിഫ് അലി ഞാൻ പറഞ്ഞില്ലേ, ആസ് യൂഷ്വൽ പുള്ളി പിന്നെ പോലീസ് റോളിൽ കയറുമ്പോൾ പുള്ളിക്ക് ഒരു എക്സ്ട്രാ എനർജി ഉണ്ട്. അത് ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും കൊള്ളാം. പിന്നെ അനശ്വര രാജൻ നേരത്തെ പറഞ്ഞില്ല, അനശ്വര രാജൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ നേരിലായാലും ഇതിലായാലും ഒരു ഭയങ്കര പ്ലസൻ്റാണ്. വന്ന് നിൽക്കുമ്പോൾ സ്ക്രീനിൽ ആഹാ ഇവരാണല്ലോ എന്നൊരിതുണ്ട്. പിന്നെ ഒരു മേഘ തോമസ് ആണെന്ന് തോന്നുന്ന പുള്ളിക്കാരുടെ പേര്. അവർ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അവർ പ്രതീക്ഷിച്ചില്ല. രണ്ട് കാലഘട്ടത്തിലുള്ള അവരും നന്നായിട്ടുണ്ട്. മൂവി നന്നായിരുന്നു, നല്ല പടമായിരുന്നു. പെർഫോമൻസ് എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. അസഫിക്ക പിന്നെ പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും മനോജ് ചേട്ടൻ നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്, എല്ലാവരും കാണണം, നല്ല മൂവിയാണ്. ആസിഫ് അലി നന്നായിട്ടുണ്ട്. നമ്മളിപ്പം നമ്മളെ മലയാളികളെ സ്വാഭാവികം നമ്മളിതാണെങ്കിൽ കമ്പാരിസൺ എന്ന സാധനമാണല്ലോ. മുൻപേ പടം തലവനാണെങ്കിൽ അതാണെങ്കിലും, കാരണം പുള്ളിയുടെ അത് പോലീസ് ഇതൊക്കെ ചിലപ്പം കമ്പാരിസൺ ചെയ്യും. ഒരിക്കലും കമ്പാരിസൺ ഇല്ല. പടം വൈസ് നോക്കിയ പടം നന്നായിട്ടുണ്ട്. പെർഫോമൻസ് 6 ആണെങ്കിലും അതിൽ വില്ലനായിട്ട് വന്ന് പറഞ്ഞാണെങ്കിലും ചില ട്വിസ്റ്റും കാര്യങ്ങളാണ്. അധികം ട്വിസ്റ്റും പ്രതീക്ഷിച്ച് ഇതില്ല. പക്ഷെ കുറേയൊക്കെ റിയൽ ലൈഫ് ബേസ്ഡാണ്, കുറേയൊക്കെ. പക്ഷെ അത് അധികം പേരൊക്കെ മാറ്റി മറിച്ച് തിരിച്ച്, കാരണം ഓൾസോ ഡയറക്ടർ ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നത് ഇടയ്ക്ക് ഗസ്റ്റ് റോളും കാര്യങ്ങളും, ഗസ്റ്റ് റോളല്ല ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഉണ്ടെന്ന്. അതിൽ നമ്മളെ തന്നെ പല ആൾക്കാരെ ഇൻഡയറക്റ്റ്ലി പൊക്കിയും താഴ്ത്തിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓൾസോ ചില ഈ രാഷ്ട്രീയ പാർട്ടിയിൽ വലിയ ആൾക്കാരെ അത് ഇൻഡയറക്റ്റായിട്ട് പത്രത്തിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അതായത് മോളുടെ സ്ഥാനത്ത് മകനും അങ്ങനെ സ്ഥാനത്ത് ആ ഒരു ഇൻഡയറക്റ്റില്ല